Hi everyone, Biju Fahima here. Welcome back to another video. ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഷെഫ് പിള്ളേൻ്റെ ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ്. നല്ല നാടൻ സ്റ്റൈൽ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ലെവൽ പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും അടിപൊളിയാണ്. വിറകടുപ്പ് വീട്ടിൽ യൂസ് ചെയ്യാണ്ട് വെക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് സെയിം വേ ഗ്യാസിലും ചെയ്തെടുക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ബീഫ് കുക്ക് ചെയ്തെടുക്കണം. അതിനൊരു ചട്ടിയിൽ 15 ചെറിയുള്ളിയും 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം പപ്പായ, ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. പപ്പായ ചേർത്താൽ ബീഫ് പെട്ടെന്ന് കുക്കാവും. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളയാതെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സർവ്വസുഗന്ധിൻ്റെ ഇലയും ബീഫും ചേർക്കാം. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കായി വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. 1.5 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചെറിയുള്ളിയും പച്ചമുളകും പപ്പായയും വെളുത്തുള്ളിയെല്ലാം വെന്തടഞ്ഞ് ബീഫ് കുക്കാവുന്നതിനോടൊപ്പം മസാല പിടിച്ച് നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ കണ്ടില്ലേ, ബീഫ് നന്നായിട്ട് തിളച്ച് കുക്കായി ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി ഒരു കടായി വെക്കാം. കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കുറച്ചൊന്ന് പൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്യണം. ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തതും 13 ചെറിയുള്ളിയും 7 വെളുത്തുള്ളി പകുതിയായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഉള്ളി വാടി ഈ ഒരു പരുവമായാൽ തീ അധികമായിട്ട് കത്തുന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് പൊടികൾ ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ പെപ്പറും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അധികം തീയുള്ളപ്പോൾ പൊടികൾ ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികൾ ചേർത്താൽ എല്ലാം ഇതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ സോട്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു വറവ് ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച് ബീഫ് കംപ്ലീറ്റ് ഗ്രേവിയോട് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് കുക്ക് ചെയ്തപ്പോൾ ഗ്രേവി കുറവാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി ഇത് വറ്റി മസാലയെല്ലാം കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയി തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി ഇതൊരു വായിൽ വെച്ച് അടച്ച് വെക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇവിടെ റെഡിയായി. ഞാനിതിന്ന് കപ്പ കാച്ചിയതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. കപ്പയും ബീഫും നിങ്ങൾക്ക് അറിയാലോ, ഒരു അടാറ് കോമ്പിനേഷനാണ്. കപ്പ കാച്ചിയതിൻ്റെ റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കുമ്പോഴുള്ള സ്മെല്ല് കൊണ്ട് തന്നെ വായിൽ കപ്പലോടും, അത്രയും അടിപൊളിയാണ്. റെസിപ്പി ഇഷ്ടമായാലും ലൈക്ക്, കമൻറ്റ് ആൻഡ് പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.